ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് കൈമാറിയത്. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് അരുത് അക്രമം അരുത് ലഹരി എന്ന സന്ദേശവുമായി SKN40 കേരള യാത്ര സംഘടിപ്പിച്ചത്. മാർച്ച് 16-ന് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20-ന് കോഴിക്കോട് ബീച്ചിലാണ് സമാപിച്ചത്. യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറുമോ? തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും മയക്കുമരുന്ന് വ്യാപനത്തിന് കാരണമാകുന്ന അടിസ്ഥാന ഘടകങ്ങൾ, പ്രശ്നം പരിഹരിക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് 24 ഗവേഷണ വിഭാഗം യാത്രയിലുടനീളം നടത്തിയത്. മയക്കുമരുന്നിനടിമയായവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണക്കാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്നും മുക്തരായവർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം ചർച്ചകൾ നടത്തി. ഇതേ തുടർന്ന് ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെ ഭീഷണി ഫലപ്രദമായി തടയുന്നതിനുള്ള ശുപാർശകളും പരിഹാരമാർഗങ്ങളും റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ചടങ്ങിൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.